നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് കരടിയുടെ പരാക്രമം. പൊട്ടിക്കലിലെ പാറക്കൽ കുടുംബക്ഷേത്രത്തിന്റെ വാതിൽ തകർത്തു. പൂജയ്ക്ക് ഉപയോഗിക്കാനായി സൂക്ഷിച്ച എണ്ണ കരടി കുടിച്ചു. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി. സുഹൈൽ, വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പ് ഉള്ളപ്പോഴും ഇല്ലായപ്പോഴും ഒക്കെ ഈ നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മനുഷ്യവന്യമൃഗ സംഘർഷമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ ഈ പൂക്കോട്ടുംപാടത്തുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു പാറക്കൽ കുടുംബക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഈ ഡോറ് ഇന്നലേക്ക് അടഞ്ഞു കിടന്ന നിലയിലായിരുന്നു. ഈ ഡോറിന്റെ ഓടാമ്പൽ എന്നിവിടെ പറയുന്ന ഈ ലോക്ക് പൊളിച്ചതിന് ശേഷമാണ് കരടി അകത്തേക്ക് കയറിയത്. ഇവിടെ ഉണ്ടായിരുന്ന പീഠമടക്കം താഴെ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ 3 കുപ്പിയോളം എണ്ണയും ഉണ്ടായിരുന്നു. എണ്ണയും കുടിച്ചതിന് ശേഷമാണ് കടുവ ഈ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പുറത്തുപോയത്. 2 വാതിലുകളാണ് ഇതിനുള്ളത്. ഈ രണ്ടാമത്തെ ഇടത്ത് ഈ പറയുന്ന കരടിയുടെ കാൽപ്പാട് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൽ നിന്നടക്കം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാരുള്ളത്. ഈ പറയുന്നത് അത്ര ഉൾപ്രദേശത്തല്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 10 മീറ്റർ മാറിയാൽ തന്നെ മെയിൻ റോഡാണ്. അതിനോടനുബന്ധിച്ച് ചെറിയൊരു വനം ഉണ്ട്. അതും കുറച്ച് ദൂരമാണ് വനമേഖല ഉള്ളത്. എന്തായാലും റോഡ് കടന്ന് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഓട് കവച്ചു വെച്ചതിന് ശേഷമാണ് കരടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശവാസികളടക്കം ഇവിടെ ഉണ്ട്. നമുക്ക് പ്രദേശവാസികളുടെ പ്രതിനിധിയിലേക്ക് പോകാം. എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെ ഒരു 5 മണിക്കോടാണ് സംഗതി ഉണ്ടായത്. അപ്പോൾ രാത്രി പുലർച്ചെ വന്നിട്ട് ഈ ഡോറ് പിന്നെ അത് വഴി ചാടി വന്നിട്ട് ഡോറ് തുറന്ന് പോലും. അപ്പോൾ പുലർച്ചെ ശബ്ദം കേട്ടിരുന്നു തൊട്ടടുത്ത വീട്ടുകാർ ഡോറ് തള്ളുന്നത്. അപ്പോൾ അത് വീട്ടിലെ വീടിന്റെ ഡോറാണെന്ന് എഴുതിയിട്ട് അവരത്ര മൈൻഡ് ചെയ്തില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത് പൊട്ടിച്ച് ഇതിനകത്ത് കയറി എണ്ണയും നെയ്യൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇവിടെ ഒരു മഞ്ചുണ്ടായിരുന്നു, അത് തകർക്കാൻ നോക്കി. അപ്പോൾ വലിയ ആശങ്കയിലാണ്, നല്ല ആശങ്കയിലാണ്. കാരണം പുലർച്ചയ്ക്ക് ഇവിടെ മദ്രസയിൽ പോണ കുട്ടികളുണ്ട്, പുലർച്ചയ്ക്കാണ് പോണത്. ഇതിപ്പോ പുലർച്ചെ 5 മണിക്കാണ് ഈ സംഭവം. പിന്നെ ടാപ്പിംഗുകാരൊക്കെ പുലർച്ചയ്ക്കാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രദേശം റോഡിനോട് വളരെ അടുത്താണ്. ഏകദേശം 10 മീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ ഈ കരടി പരാക്രമം നടത്തിയിരിക്കുന്നത്. പറഞ്ഞ പോലെ മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഒടുക്കം ഒരു റബ്ബർ തൊഴിലാളികളുടെ മേഖലയാണ്. ഇവിടെ ടാപ്പിങ്ങിനെത്തുന്ന പുലർച്ചെ എത്തുന്ന തൊഴിലാളികൾ. നമുക്ക് ഓർമ്മയുണ്ട്, നേരത്തെ ഈ കടുവ ആക്രമണത്തിൽ പരിക്കേറ്റ ഗഫൂറിന്റെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. നമ്മളേറെ സങ്കടപ്പെട്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ കടുവയും ഈ മേഖലയിൽ വരുമ്പോൾ വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത്. ഏകദേശം 2 മാസം മുമ്പ് ഇത്തരത്തിൽ തന്നെ മറ്റൊരു കുടുംബക്ഷേത്രത്തിലും കരടി എത്തിയിരുന്നു. അവിടെ നിന്ന് പിടിച്ച കരടിയെ തൊട്ടടുത്തുള്ള കരുളായ വനത്തിലാണ് വനം വകുപ്പ് കൊണ്ടുപോയിട്ടത്. അതിലടക്കം വലിയ വിമർശനം ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അനുജ, അതെ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ വാർത്തയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് നിന്നാണ് കരടിയുടെ ഒരു പരാക്രമത്തിന്റെ വിവരം വന്നത്. ഒരു ക്ഷേത്രത്തിൽ ആണ് കരടി പരാക്രമം കാട്ടിയത്. സുഹൈൽ മുഹമ്മദാണ് വിശദാംശം നൽകിയത്.